ഹായ് നമസ്കാരം. അങ്ങനെ പാട്രിയോട്ട് സിനിമയുടെ ഫുൾ റിവ്യൂ ആയിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. മലയാളത്തിൻ്റെ രണ്ട് ലെജൻഡുകൾ ഒന്നിക്കുമ്പോൾ അതെന്താവും? ബ്ലാസ്റ്റ് ആകും അല്ലേ? എന്തായാലും തിയേറ്ററിൽ സിനിമ കണ്ടിറങ്ങുന്നവർക്ക് ആ ഒരു ബ്ലാസ്റ്റ് കിട്ടും കേട്ടോ. പക്ഷേ ഈ സിനിമ ഇത് വേറൊരു ലെവൽ സാധനമാണ്. ഇതിൻ്റെ മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം. കാരണം ഒരുപാട് സിനിമകളിൽ പല കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു കഥ മലയാള സിനിമയിൽ അത് ആദ്യമാണ്. പക്ഷേ ഈ ഒരു സാധനം മലയാളത്തിൽ എടുത്ത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ആ ടാസ്ക് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ മഹേഷ് നാരായണനാണ്. ഗംഭീര മേക്കിംഗ് ആണ് സിനിമയുടെ, ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ്. അതുപോലെ എടുത്തു പറയേണ്ടത് സുഷിൽ ശ്യാമിൻ്റെ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ. മമ്മൂക്കായി കാണിക്കുമ്പോൾ ആ BGM ആണെങ്കിലും ലാലേട്ടനെ കാണിക്കുമ്പോഴാണെങ്കിലും വെരി നൈസ്, ഗംഭീര സാധനം കേട്ടോ, ഒന്നും പറയാനില്ല. BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കിട്ടുവാറുണ്ട്. സിനിമോട്ടോഗ്രാഫി ഗംഭീരമാണ്. പിന്നെ ഇനി ഇതിലെ കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, സിനിമ മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ. പ്രത്യേകിച്ച് ഈ 14-15 വയസ്സുള്ള പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളൊക്കെ ആണെങ്കിലും മസ്റ്റായിട്ടും ഈ സിനിമ കാണേണ്ടത് തന്നെ. കാരണം ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ മൊബൈലിലാണ്, നിങ്ങൾ കാണുന്നതും മൊബൈലിലാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ പല ഡീറ്റെയിൽസും ഇപ്പോഴും പലരും ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്, നമ്മുടെ ഡാറ്റാസ് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനെ ഇത്ര ഗംഭീരമായിട്ട് അത് കാണിച്ചു തന്നതിന് വലിയൊരു സല്യൂട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, ഇതൊരു മാസ് മസാല നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഇതിൻ്റെ കണ്ടന്റിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യണം. ഇത് തിയേറ്ററിൽ വന്ന് കുടുംബപരമായിട്ട് കണ്ട് മനസ്സിലാക്കണം. കാരണം ഇനിയൊരു കാലഘട്ടം, ഇനി വരാൻ പോകുന്ന ഒരു പുതിയ ജനറേഷൻ, അവർ മസ്റ്റായിട്ട് ഇത് അറിഞ്ഞിരിക്കണം. എന്താണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്? ഇപ്പം നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും അല്ല, ഇനി നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് ഈ സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനകത്ത് ഡേവിഡ് എന്ന് പറയുന്ന ക്യാരക്ടർ മമ്മൂക്ക ഒരു വ്ളോഗറിൻ്റെ ഇതിലെത്തുന്നുണ്ട്. മമ്മൂക്കയുടെയൊക്കെ ഒരു സ്ക്രീൻ പ്രസൻസും പുള്ളിയുടെ ആ ഒരു ഒരു സ്വാഗൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറെ ലെവലായിട്ടാണ്. മാസിന് മാസ്. ഇതൊരു പക്ക ക്ലാസ് എൻ്റർടൈനറിലുപരി നമുക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് എലമെൻറ്റുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ നമ്മുടെ രേവതി, അതുപോലെ തന്നെ നയൻതാര, ഗ്രേസ് ആൻ്റണി, എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന റോളുകളുണ്ടല്ലോ, അതെല്ലാം അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫഫയുടെ കാര്യം പറയണ്ട, ഫഫ നെഗറ്റീവ് ഷെയ്ഡാണ് എത്തുന്നത്. ഗംഭീര പെർഫോമൻസ് ആയിട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റിൽ ഒരു സീനുണ്ട്, ഫഫയുടെ ഒരു ഇൻട്രോ കാണിക്കുന്ന ഒരു സീനുണ്ട്, ഒരു എയർക്രാഫ്റ്റിനകത്തുള്ളൊരു സംഭവം. അതൊക്കെ വേറെ ലെവലാണ് കേട്ടോ. നമുക്ക് രണ്ട് ഗെറ്റപ്പിലാണ് കാണിക്കുന്നത്. മമ്മൂക്കായും ലാലേട്ടനും മിലിറ്ററി ഓഫീസറാണ്. ഇതിനകത്തൊരു ഡയലോഗുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയിട്ട് 40-45 വർഷമായെന്ന് പറഞ്ഞ സാധനം. അതിനകത്തൊക്കെ ഗംഭീര കയ്യടിയായിരുന്നു. അതുപോലെ മമ്മൂക്കായുടെയും ലാലേട്ടൻ്റെയും ആ ഇൻട്രോ, മമ്മൂക്കായുടെ ഒരു സിമ്പിൾ ഇൻട്രോ കാണിക്കുന്നത്, പക്ഷേ ലാലേട്ടൻ്റെ ഇൻട്രോ ഗംഭീര ഇൻട്രോ ആണ്. നല്ല 2-3 ഫൈറ്റ് ഉണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ. ഞാൻ സിനിമയുടെ കഥയിലേക്കൊന്നും വരുന്നില്ല, കാരണം അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്ന് തന്നെയാണ്. മമ്മൂക്കായും ലാലേട്ടും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീനൊക്കെ ഒന്നും പറയാനില്ല, വേറെ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാൻ. അതിന് മാസ് മസാലയും ഒക്കെ ഉണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. മമ്മൂക്കായും ലാലേട്ടും തമ്മിലുള്ള ചെറിയൊരു സാധനമാണെങ്കിൽ പോലും അത് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാക്കോച്ചൻ്റെ റോളും ഗംഭീരമായിട്ട് ചാക്കോച്ചനും ചെയ്തിട്ടുണ്ട്. മെയിൻ ഇതിനകത്ത് എടുത്തു പറയുന്നത് ഇതിൻ്റെ കണ്ടന്റ് തന്നെയാണ്, ഇതിൻ്റെ കഥയാണ്. കാരണം നമുക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കഥ അത് നിങ്ങളത് മനസ്സിലാക്കണം. അത് സാധനം മലയാളത്തിന് തന്നെ ബ്രഹ്മാണ്ഡ ചിത്രം, 2020ക്ക് ശേഷമാണ് ഇത്രയും താരങ്ങൾ ഒന്നിക്കുന്ന സിനിമ. ഇതിനകത്ത് നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ ഒരു ചെറിയൊരു സീനിൽ വരുന്നുണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനാണ്. അങ്ങനെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും സ്പേസ് കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട റോളുകളിൽ തന്നെയാണ് എല്ലാവരും എത്തുന്നത്. മൊത്തത്തിൽ സിനിമ വേറെ വൈബാണ് കേട്ടോ. നമ്മൾ ഈ ഒരു വലിയ മാസ് മസാല എൻ്റർടൈനർ മമ്മൂക്കായും ലാലേട്ടനും ഒന്നിക്കുമ്പോഴത്തേക്ക് മറ്റേ പൊട്ടിത്തെറി അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വിചാരിച്ച് നിങ്ങൾ ഈ സിനിമയ്ക്ക് വരരുത്. ഇത് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ. അത്തരത്തിലൊരു കണ്ടന്റ് നമുക്കത് പറഞ്ഞു തരുന്നു. ആ ഒരു സാധനം കൈവിട്ട് പോയാൽ മൊത്തത്തിൽ ചീറ്റിപ്പോവും. അപ്പം അത് ഗംഭീരമായ രീതിയിൽ മഹേഷ് നാരായണൻ്റെ ബ്രില്യൻറ്റിൽ അത് പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മേക്കിംഗ് ആണെങ്കിലും കിട്ടു സാധനമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഫൈറ്റ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നിന് ബെറ്ററായിട്ട് രണ്ടുപേരും മമ്മൂക്കായും ലാലേട്ടനും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പടം എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഫസ്റ്റ് ഹാഫ് നൈസ് എന്ന് പറയാം. അതിൻ്റെ ഒരു ഇൻട്രോൾ പഞ്ചൊക്കെ ഉണ്ട്, അതൊക്കെ കിട്ടുവാണ്. അപ്പോൾ ഞാൻ എന്തായാലും പറയുന്നില്ല, സിനിമ നിങ്ങൾ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.